നമ്മുടെ ഷോപ്പിന്റെ അകത്ത് നിൽക്കുന്ന കസ്റ്റമർ മൂന്ന് തരത്തിലുള്ളതാണ്. ഒന്നാമതാണ് ഈസി കസ്റ്റമർ. എന്താണ് ഈസി കസ്റ്റമറുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവർ നമ്മുടെ പ്രൊഡക്റ്റ് അന്വേഷിച്ച് വരുന്നവരായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് നടത്തിയാൽ മതി. അവർ ആവശ്യക്കാരാണ്, അവർ വന്ന് വാങ്ങിച്ചോളും. നമ്മൾ കൂടുതലൊന്നും ചെയ്യില്ല. നമ്മൾ അവരെ കണ്ണി നോക്കണമെന്നില്ല, നമ്മൾ അവരെ പുഞ്ചിരിക്കണമെന്നില്ല, അവർക്ക് നമ്മൾ മസിൽ പിടിച്ചു തരും. അവർക്ക് ആവശ്യക്കാരാണ്, അവരൊന്ന് മേടിച്ചോളും. അങ്ങനെ 20% കസ്റ്റമർ എപ്പോഴും നമ്മുടെ ഈസി കസ്റ്റമറാണ്. നമ്മുടെ ഈസി കസ്റ്റമർ നമുക്കില്ല എങ്കിൽ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ആയിരിക്കണം, പക്ഷെ സമൂഹത്തിന് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. അതാണ് ഈസി കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ സാമാന്യമായിട്ട് മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു ഈസി കസ്റ്റമർ കുറച്ചു പേര് വരും, അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതാണ് ഈസി കസ്റ്റമർ. ഇവർ 20% ആൾക്കാർ പൊതുവെ ഉണ്ടാകും. നമുക്ക് ബിസിനസ് നടക്കുമ്പോൾ 10 ബിസിനസ്സിലെ 2 പേര് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ഈസിയാണ്. രണ്ടാമത്തെ ആൾക്കാരാണ് നെവർ കസ്റ്റമർ. നിങ്ങളെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി വരുന്ന 20% ആൾക്കാർ നിങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങില്ല. ഇവർ ഒരിക്കലാകില്ല. ഇവർ ചുമ്മാ വന്ന് നമ്മൾ സമയം മെനക്കെടുത്താൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇവർ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കുറെ കുറ്റം പറഞ്ഞ്, പ്രോഡക്റ്റിനെ കുറിച്ച് കുറ്റം പറഞ്ഞ്, അത് ഇത് ചപ്പ് ചവർന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് വാരി വിതറും. ഇവരെ അടുത്ത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനേ പാടില്ല. ഇവരെ തിരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കണം, പിണക്കരുത്. കാരണം ഇവർ പോയി ഭയങ്കര നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. വൈറസാണ് അവർ. നമ്മൾ അവരൊക്കെ പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞു സമയം വളരെ അവരുടെ അടുത്തുനിന്ന് സ്കിപ്പ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളിലേക്ക് മാറ്റുക. ഇവർ എപ്പോഴും നെഗറ്റീവ് പറയും. വാങ്ങാൻ വേണ്ടി വരുന്നവരല്ല, കുറ്റം കണ്ടെത്താൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. 20% ആൾക്കാർ ഈ നെവർ കസ്റ്റമർ ഉണ്ട്. മൂന്നാമത്തെ കസ്റ്റമറാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ. പൊട്ടൻഷ്യൽ കസ്റ്റമർ ഇവർ വന്ന് സംശയം ചോദിക്കും. അതെ, ഇത് വില കൂടുതലാണോ? ഈ പ്രൊഡക്റ്റ് ശരിയാകും? വാറന്റി കിട്ടുമോ? അവർ ഭയങ്കര സംശയമായിരിക്കും. ഇവർ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇവർ ചോദിക്കുന്നത് തന്നെ ഇവരുടെ സംശയത്തിന്റെ പുറത്താണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അതോറിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സംശയങ്ങൾ പരിപൂർണമായി അല്ലെങ്കിൽ കുറെ കുറയ്ക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും.